ക്രിസ്മസ് റിലീസായി എത്തിയിട്ടുള്ള അത്യാവശ്യം ലേറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ കൂടിയാണിത്. റൈഫിൾ ക്ലബ് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആഷ് കപൂർ ഡയറക്ട് ചെയ്ത ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, ഹനുമാൻ കൈൻ, അനുരാഗ് കശ്യപ്, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി ഒരു എക്സെൻട്രിക് കാസ്റ്റ് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാംഗ്ലൂരിലാണ്. ദയാനന്ദ് എന്നുള്ളൊരു വലിയൊരു ഡോൺ, അല്ലെങ്കിൽ ഒരു ഇതിൽ അനുരാഗ് കശ്യപിന്റെ റോള് അത്യാവശ്യം നല്ലൊരു ബിസിനസ്. പുള്ളിന്റെ ക്യാരക്ടറൈസേഷൻ തന്നെ ആദ്യം ചെറിയൊരു ഷോട്ടിൽ തന്നെ നമുക്ക് കൺവേ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഹി ഈസ് വെരി ക്രൂവൽ ആൻഡ് കുറച്ച് സൈക്കിക് ആയിരിക്കും. അപ്പോൾ ആളുടെ മകൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് ഒരു പാർട്ടി വയ്ക്കുന്നു. അതിൽ ഡാൻസ് പ്രോഗ്രാമിന് എത്തുന്ന ഒരു പെൺകുട്ടിയുടെ മിസ്ബിഹേവ് ചെയ്യുകയാണ്. അപ്പോൾ മിസ്ബിഹേവ് ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് അവനെ അടിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വില്ലൻ്റെ മകൻ കൊല്ലപ്പെടുന്നു. അവർ എക്സ്കേപ്പ് ചെയ്യുന്നു അവിടെ നിന്ന്. പിന്നീട് നേരെ കഥ കൊണ്ടുപോകുന്നത് കണ്ണൂരിലാണ്. അവിടെ ഒരു ഷാജഹാൻ എന്നുള്ളൊരു ആക്ടർ ഉണ്ട്, ചോക്ലേറ്റ് ബോയ് എന്ന് അറിയപ്പെടുന്ന. ആ സമയത്ത് മമ്മൂട്ടി, മൃഗയ തുടങ്ങിയ റെഫറൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല പഴക്കം ചെന്ന അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആക്ടിങ് പഠിക്കാനായിട്ട് ഒരു റൈഫിൾ ക്ലബിലോട്ട് പോവുകയാണ്. ആ റൈഫിൾ ക്ലബിലെ മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുന്നു. ആ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ നമുക്ക് ഓഡിയൻസിന് പരിചയപ്പെടുത്തിക്കൊണ്ട് നല്ല രസകരമായി തന്നെ തുടങ്ങുന്നുണ്ട് സിനിമ. ദെൻ നമുക്കറിയാം ഈ എസ്കേപ്പ് ചെയ്തവർ ആ പെൺകുട്ടിനെയും കൂട്ട് നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിവെഞ്ച് അടിക്കാൻ നമ്മുടെ വില്ലനും ഗ്യാങ്ങും ഇങ്ങോട്ടേക്ക് എത്തുന്നു. പിന്നീടുള്ള കാര്യങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ വളരെ ഒരു ചുരുങ്ങിയ ഈ ഒരു പ്ലോട്ടിനകത്ത് 2 മണിക്കൂറിന് താഴെ ഒരു ജസ്റ്റ് ഒരു ഫൺ എൻ്റർടൈനർ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു നല്ലൊരു മൂവിയാണ് റൈഫിൾ ക്ലബ് എന്ന് പറയുന്നത്. അല്ലാതെ വലിയ രീതിയിലുള്ള ഇത്രയും കാസ്റ്റ് ഉണ്ട്, എത്രയോ ദർശന രാജേന്ദ്രൻ ഉണ്ട്, അതിൻ്റെ വിജയരാഘവൻ ഉണ്ട്, അങ്ങനെ ഭയങ്കര കാസ്റ്റിംഗ് ആണ്. പക്ഷെ പറയാൻ എല്ലാവർക്കും അങ്ങനെ ഗംഭീര റോളൊന്നും പറയാൻ പറ്റില്ല. ആകെ 1-2 സീനുകളോ അല്ലെങ്കിൽ 1-2 ഡയലോഗുകൾ മാത്രം ഉണ്ടെങ്കിലും അത് വിചാരിച്ചാൽ ഒരു ഫൺ മൂവി എടുത്തു കളയാം. എത്രയും പേരും കൂടെ ചേർന്നൊരു ഫൺ മൂവി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഭയങ്കര ആഷിഖ് കപൂറിൻ്റെ തന്നെ ഭയങ്കര സിനിമാറ്റോഗ്രാഫി ഒക്കെ കിടിലനായിട്ടുണ്ട്. വെസ്റ്റേൺ ഗാർഡ്സിനെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് കുറേ അധികം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറേ അധികം ആളുകൾ കയ്യടി നേടുന്നതും കൂടി ഉണ്ട് ഈ സിനിമയിൽ. അനുരാഗ് കശ്യപ് ആയാലും മറ്റേ ദിലീഷ് പോത്തനായാലും നമ്മുടെ വിജയരാഘവൻ ചേട്ടനായാലും വാണി വിശ്വനാഥ് ഒരു രക്ഷയില്ല. മറ്റേ ഹനുമാൻ കൈൻ്റെ അവിടെ വന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്, ഒരു കിടിലൻ സീനായിരുന്നു. അതിൽ ഒരു രക്ഷയില്ല. പുള്ളി വാണി വിശ്വനാഥിൻ്റെയൊക്കെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. പിന്നെ നമ്മുടെ ഹനുമാൻ കൈൻ്റെ എന്തായാലും അത്യാവശ്യം നല്ല പടങ്ങളിന് കിട്ടുന്നതെന്ന് തോന്നുന്നു. പുള്ളിക്ക് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. എന്തായാലും തിയേറ്റർ റെസ്പോൺസ് തന്നെ അതിനൊരു ഭയങ്കര ഇതാണ്. അപ്പോൾ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന ഈ സിനിമ ഞാൻ ഇത്തിരി ലേറ്റായി കാണാൻ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ. 2 മണിക്കൂർ താഴെ മാത്രമേ ഉള്ളൂ. നമുക്ക് അടിച്ചു പൊളിച്ച് ഒരു ഫൺ മൂവി കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിൽ കുറച്ച് തമാശകൾ വരും, കുറച്ച് ഡബിൾ മീനിങ് കോമഡീസ് ഒക്കെ വരും. ആ റൈഫിൾ ക്ലബ്ബിൽ ഒരു ഡിന്നറിന് ഇരിക്കുമ്പോൾ കുറേ സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല നൈസായിട്ടുണ്ട്, കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഷൂട്ട് ഔട്ട് സീനൊക്കെ ഗംഭീരമായിട്ടുണ്ട്. മൊത്തത്തിലൊരു 2 മണിക്കൂറിൽ താഴെ നിൽക്കുന്ന ഒരു കിടിലൻ എൻ്റർടൈനറാണ് റൈഫിൾ ക്ലബ്ബ്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കണ്ടവരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.